ഹമാസിൻ്റെ ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിലെ റിദ്വാനിൽ ഹമാസ് ആയുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൻ്റെ സൈനിക ടാങ്കിന് നേരെ ഹമാസ് എറിഞ്ഞ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് 4 പേരും കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെയാണ് സംഭവം. IDFിൻ്റെ പോസ്റ്റിന് സമീപത്താണ് ടാങ്ക് നിലയുറപ്പിച്ചിരുന്നത്. ടാങ്കിനടുത്തെത്തിയ ഹമാസ് ക്രൂവിന് നേരെ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തു ടാങ്കിനുള്ളിലേക്ക് എറിയുകയും ചെയ്തു. വെടിവയ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു. ഇതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 904 അതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായ കരയുദ്ധവും ആരംഭിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. എത്രയും വേഗം ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനികളോട് ആവശ്യപ്പെട്ടു. തെക്കൻ ഗാസയിലെ മവാസിയിലേക്ക് മാറണമെന്നാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം. ഏറ്റവും ഒടുവിൽ ഒരു 12 നില കെട്ടിടം കൂടി ഗാസ സിറ്റിയിൽ ഇസ്രായേൽ തകർത്തു. കെട്ടിടം ഒഴിയാൻ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെ 90 മിനിറ്റിനകം ബോംബ് വെച്ച് കെട്ടിടം തകർക്കുകയായിരുന്നു. ഇതോടെ അടുത്ത ദിവസങ്ങൾക്കിടയിൽ ഗാസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങളുടെ എണ്ണം 50 ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. സിറ്റിയുടെ കിഴക്ക് സെയ്തൂൺ, സബ്ര, ഷജയ്യ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കനത്ത ബോംബിംഗാണ് നടത്തിയത്. നിലവിൽ ഗാസയുടെ 80% പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതിനിടെ വടക്കൻ ജെറുസലേമിൽ 2 ആയുധധാരികൾ നടത്തിയ വെടിവയ്പിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. പ്രാദേശിക സമയം രാവിലെ 10:30യോടെയാണ് സംഭവം. ജെറുസലേമിലെ റാമോട്ടിൽ കാറിലെത്തിയ 2 പേർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നവർക്കെതിരെയും അവിടെ ഉണ്ടായിരുന്ന ബസ്സിന് നേരെയും വെടിവെക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന ഒരു സൈനികനും ചില പൗരന്മാരും തിരിച്ചടിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊലയാളികളും കൊല്ലപ്പെട്ടു. ആക്രമണത്തിനിരയായവരിൽ 4 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. അക്രമം നടത്തിയവർ വെസ്റ്റ് ബാങ്ക് സ്വദേശികളാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. വെടിവയ്പ്പിന് ഉപയോഗിച്ചത് മാറ്റം വരുത്തിയ കാൾ ഗുസ്താവ് സബ് മെഷീൻ ഗണ്ണുകളാണ്. വെസ്റ്റ് ബാങ്കിലെ അനധികൃത ആയുധ നിർമ്മാണശാലകളിൽ നിർമ്മിക്കുന്ന ഇത്തരം ആയുധങ്ങൾ മുമ്പും ഹമാസും മറ്റും ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവം ഭീകരാക്രമണമാണെന്നും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഭീകരരുടെ ഗ്രാമങ്ങളെ ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ്. ഹമാസിനെ തുടച്ചു നീക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു.